റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ചായക്കടയിലത്തെ ചായ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കട്ട ഫാൻ കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നല്ല കടുപ്പത്തിൽ മധുരം കുറച്ചാണ് ഞാൻ കുടിക്കാറ്. ഇപ്പോൾ അടുത്ത് ന്യൂസൊക്കെ വന്നു, അങ്ങനെ ചായപ്പൊടിയിൽ ഒരുപാട് മായം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിളിച്ച്, ഈശ്വര, ഈ കാലം വരെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഇതാണല്ലോ. പക്ഷേ ഞാൻ വീട്ടിലതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കടുപ്പത്തിൽ കട്ടൻ തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് തിളപ്പിച്ച് വറ്റിച്ച് പാലൊഴിച്ചിട്ട് കൂട്ടുക കേട്ടോ. അപ്പോൾ അതുപോലെയൊന്നും ആവില്ല, എൻ്റെ ഇടയിലത്തെ എത്തൂല ഈ ചായ. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ കുടിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര എളുപ്പമാണ്, ക്വിക്കുമാണ്. എന്താണെന്ന് വെച്ചാൽ മോൾക്ക് കഴിഞ്ഞ ദിവസം സൂചി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു പനിയും ദേഹം വേദനയൊക്കെ ആയിട്ട് നമ്മൾ നൈറ്റൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുകയും കറിയുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഉറക്കമൊന്നും ശരിയായില്ല. രാവിലെ വളരെ ലേറ്റായിട്ട് എണീറ്റാണ്. അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് മുട്ട പുഴുങ്ങുക, പഴവും പുഴുങ്ങുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്പിൻ്റെ താഴത്തെ തട്ടിൽ മുട്ട കഴുകി വെച്ചു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പഴം, ഒരു 3 പഴം നമ്മൾ സ്ലൈസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അത് സാധാരണ ആവിയിൽ കൊണ്ട് വേവുന്ന പോലെ കേട്ടോ. നേന്ത്രപ്പഴം നല്ല പഴുത്തത് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളിതിന് നേന്ത്രപ്പഴം എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ അതങ്ങനെ മുറിച്ചിടുവാണെങ്കിൽ ഫുള്ളായിട്ട് വയ്ക്കുവാണെങ്കിലേ നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ മുറിച്ചിട്ടാണ് ചെയ്യാറ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചെറിയ പഴം കിട്ടുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ തന്നെ പുഴുങ്ങുക, അല്ലെങ്കിൽ കനലിലിട്ട് ചൂടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിൽ ഇതങ്ങ് അടുപ്പത്ത് വെച്ച് അങ്ങ് പോയാൽ മാറിക്കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അടുപ്പത്ത് വെച്ച് വേവിച്ച് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മോളെ ഉടനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് വേണം ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കടയിൽ പോയി വന്നപ്പോൾ എനിക്ക് ഏട്ടനൊരു മഞ്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഞാനങ്ങ് ഒടിച്ചെടുക്കുവാണ് കേട്ടോ. രണ്ടാമത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓടി വന്ന് പറിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇവിടെ നിറയെ മഴ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ലോണം മഴ പെയ്തല്ലോ. അപ്പോൾ 2 ആഴ്ച മുന്നേ നമുക്കിവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ വേപ്പ് തളിർത്തിട്ടുണ്ട് കേട്ടോ. ആ വലിയ വേപ്പ് മരമാണ്, അതിൻ്റെ വലിയൊരു ശാഖയുണ്ടായിരുന്നു, അവരങ്ങ് മുറിച്ച് കളഞ്ഞു. ഇത് ഹൗസ് ഓണറുടെ ആണ് കേട്ടോ, നമ്മളുടെ അല്ല. അപ്പോൾ നമുക്ക് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്, കറിവേപ്പിലയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഞാൻ തിളപ്പിച്ചിട്ട് ആ ചായ ഏകദേശം ആ കളറൊക്കെ ഉണ്ട്. തിക്നെസ് കുറവാണ്. അവരുടെ പാല് വഴിയോരത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ചായക്ക് അത്യാവശ്യം നല്ല തിക്കുണ്ടാവും. അതവർ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം രാവിലെ മുതൽ കിടന്ന് തിളയ്ക്കുന്ന പാലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിങ്ങനെ ആറ്റുമ്പോൾ ഉള്ളൊരു സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. അത് സ്മെല്ല് പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ ചായയിൽ. നല്ല കടുപ്പത്തിലുള്ള ചായയാണത്. കുറച്ച് പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റിൽ കുടിക്കാം. പക്ഷേ ഞാൻ ഷുഗർ വേണ്ടാന്ന് വെച്ചെന്ന് വെച്ചാൽ പഴം പുഴുങ്ങിയതിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഞാൻ വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ മുട്ട പുഴുങ്ങിയത് മോൾ അങ്ങനെ കഴിക്കില്ല. ആദ്യമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഈ പാലും മുട്ടയൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ചില കുട്ടികൾ കനിക്കുക വൊമിറ്റ് ചെയ്യണൊക്കെ കണ്ടപ്പോൾ മൂപ്പരും അതൊരു ഫാഷനായി എടുത്തു. മര്യാദയ്ക്ക് പാലും മുട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്. പിന്നെ എനിക്ക് വേണ്ടാന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തൊരിത് മുട്ടയുമ്പോൾ തേച്ച് കൊടുക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. ഇന്ന് പിന്നെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടാണ് കഴിപ്പിച്ചത്. അവിടെ കഴിച്ച് കഴിയുമ്പോഴും ഞാൻ നിന്നു. അങ്ങനെയൊക്കെ കഴിപ്പിച്ചത്. നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെയാണോ? പിക്കി ഈറ്റേഴ്സാണോ? പറയണം കേട്ടോ എങ്ങനെയാണിത് മുട്ട കേക്കായിട്ടാണെങ്കിൽ അവൾ കഴിച്ചോളും. പാലും മുട്ടയും മിക്സ് ചെയ്തിട്ടുള്ള കേക്ക് കഴിച്ചോളും. പക്ഷേ അത് ഒരുപാട് മധുരമൊക്കെ ചേർക്കും, പിന്നെ മൈദയൊക്കെ ചേർക്കണ്ടേ. അത് പിന്നെ ഇവളിത് കഴിക്കാൻ വേണ്ടി നമ്മളത് ഉണ്ടാക്കിയും കൊടുക്കണം. അതുകൊണ്ട് പിന്നെ അതിന് എപ്പോഴും മെനക്കെടില്ല. സീസണാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഴം ഇവിടെ അത്യാവശ്യം ആവിയിലൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക. പിന്നെ ആ മുട്ട പുഴുങ്ങിയത് തണുത്ത വെള്ളത്തിലോട്ട് എടുത്ത് മാറ്റുക, സെർവ് ചെയ്യുക, കഴിക്കുക. ഇത്രയേ പണിയുള്ളൂ. അത് ക്വിക്കായിട്ട് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഓർത്തു. ഇന്നലെ വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ കിടന്ന് ഒരു ഉറക്കം ഉറങ്ങി കഴിയുവോളം നമുക്ക് പ്രത്യേകിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല രാവിലെ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. വെച്ചാൽ കൊച്ചത്രയും ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും ആലോചിച്ച് വയ്ക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. രാവിലെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് എന്നാൽ പിന്നെ ഇതാക്കാം എന്ന് വിചാരിച്ചു. ഉച്ചക്കലത്തെ ലഞ്ചിൽ പിടിക്കാം. അപ്പോൾ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. അത് പൊട്ടി അതിൻ്റെ യോക്കൊക്കെ ആകെ പുറത്ത് വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തില്ല. മുട്ട അല്ലേ തന്നെ അതിൻ്റെ സ്മെല്ലുകൊണ്ട് കഴിക്കില്ല എന്നാണ് ഇവൾ പറയുന്നത്. പിന്നെ അതും കൂടെ കണ്ടാൽ തീരെ കഴിക്കില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ.
ഞാൻ തിളപ്പിച്ച് കറുപ്പിച്ചെടുത്ത ചായയും ഒരു 3 പീസ് പഴം ഉണ്ടാവും, പിന്നെ ഒരു മുട്ടയുണ്ടാവും. അത് കഴിച്ചാൽ എല്ലാവരും ചലോ അപ്നെ വർക്ക്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ണി ഉറങ്ങുന്നതിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടത്. ഇന്നലെ വൈകുന്നേരം പിന്നെ അച്ഛനും മോളും കൂടെ കുറച്ച് നാരങ്ങ അച്ചാറും ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ.